ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, പീലാത്തോസ് ചെയ്തതെന്ത്? ഉത്തരം, ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തി. ചോദ്യം 2, ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആര്? ഉത്തരം, പീലാത്തോസ്. ചോദ്യം 3, ആർക്ക് നാശമെന്നാണ് പറയുന്നത്? ഉത്തരം, പശ്ചാത്തപിക്കാത്തവർക്ക്. ചോദ്യം 4, ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം പീലാത്തോസ് കലർത്തിയ വിവരം ആരാണ് പറഞ്ഞത്? ഉത്തരം, അവിടെ ഉണ്ടായിരുന്ന ചിലർ. ചോദ്യം 5, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് നിങ്ങൾ എന്ത് കരുതുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉത്തരം, അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംക്കാൾ കൂടുതൽ പാപികളാണെന്ന്. ചോദ്യം 6, അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംക്കാൾ കൂടുതൽ പാപികളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഈശോ തന്നെ മറുപടി പറഞ്ഞതെന്താണ്? അല്ല. ചോദ്യം 7, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ആരെയൊക്കെ പോലെയാണ് നശിക്കുക? ഉത്തരം, പീലാത്തോസ് വധിച്ച ഗലീലിയക്കാരെ പോലെയും സിലോഹായിൽ ഗോപുരം ഇടിഞ്ഞ് വീണ് കൊല്ലപ്പെട്ടവരെ പോലെയും. ചോദ്യം 8, സിലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് എത്ര പേർ? ഉത്തരം, 18. ചോദ്യം 9, സിലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടവർ ആരെയുംക്കാൾ കുറ്റക്കാരായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം, അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംക്കാൾ. ചോദ്യം 10, മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത് ആര്? ഉത്തരം, ഒരുവൻ. ചോദ്യം 11, ഒരുവൻ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം, മുന്തിരിത്തോട്ടത്തിൽ. ചോദ്യം 12, അത്തിവൃക്ഷത്തിൽ എന്തുണ്ടോ എന്ന് നോക്കാനാണ് അവൻ വന്നത്? ഉത്തരം, പഴം. ചോദ്യം 13, അത്തിവൃക്ഷത്തിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ വന്നപ്പോൾ കണ്ടതെന്ത്? ഉത്തരം, ഒന്നും കണ്ടില്ല. ചോദ്യം 14, എത്ര വർഷമായി അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു? ഉത്തരം, 3 വർഷം. ചോദ്യം 15, അത്തിവൃക്ഷത്തിൽ ഫലം കാണാത്തതുകൊണ്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഉത്തരം, അത് വെട്ടിക്കളയുക. ചോദ്യം 16, അത്തിവൃക്ഷം വെട്ടിക്കളയുന്നത് എന്തിനാണെന്നാണ് യജമാനൻ പറയുന്നത്? ഉത്തരം, നിലം പാഴാക്കാതിരിക്കാൻ. ചോദ്യം 17, അത്തിവൃക്ഷം വെട്ടിക്കളയാൻ പറഞ്ഞപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞതെന്ത്? ഉത്തരം, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ചോദ്യം 18, ഈ വർഷം കൂടെ നിർത്തി എന്ത് ചെയ്തു നോക്കട്ടെ എന്നാണ് കൃഷിക്കാരൻ പറഞ്ഞത്? ഉത്തരം, അതിന്റെ ചുവട് കളച്ച് വളമിടാം. ചോദ്യം 19, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്തു കൊള്ളാനാണ് കൃഷിക്കാരൻ പറഞ്ഞത്? ഉത്തരം, വെട്ടിക്കളഞ്ഞുകൊള്ളുക. ചോദ്യം 20, സിനഗോഗിൽ അവൻ എന്ത് ചെയ്തുകൊണ്ടാണിരുന്നത്? ഉത്തരം, പഠിപ്പിച്ചുകൊണ്ട്. ചോദ്യം 21, സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ചോദ്യം 21, സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാണ്? ഉത്തരം, സാബത്തിൽ. ചോദ്യം 22, സിനഗോഗിൽ ഉണ്ടായിരുന്നത് ആര്? ഉത്തരം, കൂനിപ്പോയ ഒരുവൾ. ചോദ്യം 23, എത്ര വർഷമായി ആത്മാവ് ബാധിച്ച് കൂനിപ്പോയ സ്ത്രീയാണ് അവിടെ ഉണ്ടായിരുന്നത്? ഉത്തരം, 18 വർഷമായി. ചോദ്യം 24, കൂനുള്ള സ്ത്രീ രോഗിണിയാകാൻ കാരണമെന്താണ്? ഉത്തരം, ഒരാത്മാവ് ബാധിച്ചതുകൊണ്ട്. ചോദ്യം 25, യേശു കൂനിപ്പോയ സ്ത്രീയെ അടുത്ത് വിളിച്ചു പറഞ്ഞതെന്ത്? സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 26, യേശു കൈകൾ വെച്ചപ്പോൾ കൂനിപ്പോയ സ്ത്രീക്ക് സംഭവിച്ചതെന്ത്? ഉത്തരം, തൽക്ഷണം അവൾ നിവർന്നു നിന്നു. ചോദ്യം 27, നിവർന്നു നിന്നപ്പോൾ കൂനിപ്പോയ സ്ത്രീ എന്ത് ചെയ്തു? ഉത്തരം, ദൈവത്തെ സ്തുതിച്ചു. ചോദ്യം 28,
സിനഗോഗ് അധികാരി യേശു രോഗശാന്തി നൽകിയതിൽ കോപിക്കാൻ കാരണമെന്ത്? ഉത്തരം സാബത്തായതുകൊണ്ട്. ചോദ്യം 29. സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞതെന്ത്? ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. ചോദ്യം 30. ജോലി ചെയ്യാവുന്ന എത്ര ദിവസങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്? ഉത്തരം 6 ദിവസം. ചോദ്യം 31. ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക എന്ന് ആരോട് പറഞ്ഞു? സിനഗോഗ് അധികാരി ജനങ്ങളോട്. ചോദ്യം 32. ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് ഡാഷ് നേടിക്കൊള്ളുക. സാബത്ത് ദിവസം പാടില്ല. ഉത്തരം രോഗശാന്തി. ചോദ്യം 33. നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയെയോ കഴുതയെയോ എന്ത് ചെയ്യിക്കാറില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? ചോദ്യം 34. 18 വർഷം സാത്താൻ ബന്ധിച്ചിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഇത് കേട്ട് ലജ്ജിതരായതാര്? ഉത്തരം അവന്റെ പ്രതിയോഗികൾ. ചോദ്യം 35. ജനക്കൂട്ടം സന്തോഷിച്ചത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച്. ചോദ്യം 36. ദൈവരാജ്യത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തിനോടാണ്? ഉത്തരം തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. ചോദ്യം 37. ആകാശത്തിലെ പക്ഷികൾ ചേക്കേറിയത് എവിടെ? ഉത്തരം കടുക് മരത്തിന്റെ ശാഖകളിൽ. ചോദ്യം 38. വീണ്ടും അവൻ ദൈവരാജ്യത്തെ ഉപമിച്ചത് എന്തിനോടാണ്? ഉത്തരം പുളിമാവിനോട്. ചോദ്യം 39. ഒരു സ്ത്രീ എത്രയളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വച്ച പുളിപ്പിനോടാണ് ദൈവരാജ്യത്തെ ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം 3 അളവ്. ചോദ്യം 40. ജെറുസലേമിലേക്ക് യാത്ര ചെയ്തത് എങ്ങനെ? ഉത്തരം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട്. ചോദ്യം 41. ഒരുവൻ കർത്താവിനോട് ചോദിച്ചതെന്ത്? ഉത്തരം കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ചോദ്യം 42. രക്ഷ പ്രാപിക്കുന്നതിന് ഏത് വാതിലിലൂടെ പ്രവേശിക്കാനാണ് അവരോട് പറഞ്ഞത്? ഉത്തരം ഇടുങ്ങിയ വാതിലിലൂടെ. ചോദ്യം 43. അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് ഡാഷ്. ഉത്തരം സാധിക്കുകയില്ല. ചോദ്യം 44. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് എന്തു ചെയ്യും? ഉത്തരം കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. ചോദ്യം 45. വാതിൽക്കൽ മുട്ടുമ്പോൾ വീട്ടുടമസ്ഥൻ എന്താണ് പറയുക? ഉത്തരം നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ചോദ്യം 46. ഡാഷ് പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഉത്തരം അനീതി. ചോദ്യം 47. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഉത്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും. ചോദ്യം 48. വാതിൽക്കൽ മുട്ടുന്നവർ ഞങ്ങളുടെ തെരുവുകളിൽ നീ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്? ഉത്തരം പഠിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം 49. ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി കാണപ്പെടുന്നതാര്? ഉത്തരം അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. ചോദ്യം 50. പുറന്തള്ളപ്പെടുന്നതായി കാണുന്നതാര്? ഉത്തരം നിങ്ങൾ. ചോദ്യം 51. പുറന്തള്ളപ്പെടുന്നതായി കാണപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്? ഉത്തരം വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. ചോദ്യം 52. ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുന്നത് എവിടെ നിന്നെല്ലാം വരുന്നവരാണ്? ഉത്തരം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന്. ചോദ്യം 53. ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുമ്പോൾ ഉണ്ടാകുന്നതാരെല്ലാം? ഉത്തരം മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും. ചോദ്യം 54. ചില ഫരിസേയർ വന്ന് പറഞ്ഞതെന്ത്? ഉത്തരം ഇവിടെ നിന്ന് പോവുക, ഹെറോദോസ് നിന്നെ കൊല്ലാനൊരുങ്ങുന്നു. ചോദ്യം 55.
ഇവിടെ നിന്ന് പോവുക എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം, ഹെറോദോസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. ചോദ്യം 56. ഹെറോദോസിനെ യേശു വിളിച്ച പേരെന്ത്? ഉത്തരം, കുറുക്കൻ. ചോദ്യം 57. ഞാൻ ഇന്നും നാളെയും എന്തു ചെയ്യും എന്നാണ് പറയുന്നത്? ഉത്തരം, പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. ചോദ്യം 58. മൂന്നാം ദിവസം എന്താണ് ചെയ്യുക? ഉത്തരം, എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ചോദ്യം 59. ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ തുടരേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് എന്ത്? ഉത്തരം, യാത്ര. ചോദ്യം 60. ജെറുസലേമിന് പുറത്തു വെച്ച് സാധ്യമല്ലാത്തതെന്ത്? ഉത്തരം, ഒരു പ്രവാചകൻ നശിക്കുക. ചോദ്യം 61. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ എന്ന് വിളിക്കുന്നത് ആരെ? ഉത്തരം, ജെറുസലേമിനെ. ചോദ്യം 62. നിന്റെ സന്താനങ്ങളെ എങ്ങനെ ഒന്നിച്ചു ചേർത്ത് നിർത്താനാണ് ആഗ്രഹിച്ചത്? ഉത്തരം, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ. ചോദ്യം 63. നിങ്ങളുടെ ഭവനം എന്തായിരിക്കുന്നു? ഉത്തരം, പരിത്യക്തമായിരിക്കുന്നു. ചോദ്യം 64. എന്ത് പറയുന്നത് വരെയാണ് നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറയുന്നത്? ഉത്തരം, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ.